പ്രണയസഖി ഭാഗം 14. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുൻപ് എല്ലാവരോടുമായിട്ടൊരു കാര്യം പറയട്ടെ. ഒരു റിക്വസ്റ്റാണ്. ആസ് യു ഓൾ നോ, ഞാൻ PG ഫൈനൽ ഇയർ പഠിക്കുന്ന ഒരു സ്റ്റുഡൻ്റാണ്. അപ്പോൾ എൻ്റെ ഫൈനൽ ഇയർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ഒരു ക്വസ്റ്റ്യനെയറിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു പാർട്ടിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റാവുന്നവരെല്ലാവരും അതൊന്ന് എടുത്ത് നോക്കിയിട്ട് ഫില്ല് ചെയ്യണേ. ഒരു റിക്വസ്റ്റാണ്, എല്ലാവർക്കും പറ്റുമെങ്കിൽ ചെയ്യുക. അതൊരു വലിയ ഹെൽപ്പായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ ഉറങ്ങിക്കാണും എന്നാണ് വർണ്ണ കരുതിയത്. അപ്പോഴാണ് സോഫയിൽ അവളെയും കാത്തെന്ന പോലെ ശിവ ഇരിക്കുന്നത്. അവളെ കണ്ടതും അവൻ കൈ കാണിച്ച് അവളെ തനിക്കരികിലേക്ക് വിളിച്ചു. ശേഷം സോഫയിലേക്ക് ഇരിക്കാൻ കണ്ണു കാണിച്ചു. അവൻ ഇരിക്കുന്നതിൻ്റെ കുറച്ച് മാറിയായിട്ട് അടുത്തേക്ക് വന്നിരുന്നു. നിനക്കെൻ്റെ പേരറിയുമോ? കുഴഞ്ഞു പോകുന്ന ശബ്ദത്തിൽ അവൾ വന്നിരുന്നതും അവൻ അവളോടായി ചോദിച്ചു. അറിയാം, ശിവദേവെന്നല്ലേ? അവൾ തിരികെ പറഞ്ഞതും അതിന് അവനൊന്ന് ചിരിച്ചു. അതവിടെ നിൽക്കട്ടെ, നിന്നെ ഞാൻ എന്തിനാ വിവാഹം ചെയ്തതെന്നറിയുമോ? ഇല്ല. എങ്കിൽ നീ അറിയണ്ട. അതിന് സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം. പക്ഷേ അതിനു മുമ്പ് നിനക്കറിയാവുന്ന ഒരു കാര്യം നീ എന്നോട് പറയാനുണ്ട്. അത് പറഞ്ഞിട്ടാവാം. ശിവ എന്തോ അർത്ഥം വെച്ചെന്ന പോലെയാണ് അവളോട് പറഞ്ഞത്. അതെന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ ഇനി ദിവാകരൻ തൻ്റെ അച്ഛനല്ല എന്നുള്ള സത്യം ശിവയ്ക്ക് അറിയുമോ എന്നാണ് അവൾക്ക് തോന്നിയത്. അത് കേട്ട് കഴിഞ്ഞതും അവൾ അവനെ ഒന്ന് നോക്കി. നിനക്ക് നിൻ്റെ വീട്ടുകാരെ കാണണമെന്നൊന്നുമില്ലേ? അല്ല, അവരാർക്കും നിന്നെ കാണണമെന്നില്ല. ഇത്ര നാളായിട്ട് ആരും അന്വേഷിച്ച് വന്നതുമില്ലല്ലോ. തെല്ലൊരു പരിഹാസത്തോടെയാണ് ശിവ അത് അവളോട് ചോദിച്ചത്. അത് പിന്നെ എനിക്കവരെ കാണണമെന്നുണ്ട്. പക്ഷേ താൻ സമ്മതിച്ചില്ലെങ്കിലോ എന്ന് കരുതിയാണ്. അവൾ അങ്ങനെ പറഞ്ഞതും ശിവ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഉറക്കം അവൻ്റെ കണ്ണുകളെ മാടി വിളിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അവൻ ഗൗരവത്തോടെ തന്നെയാണ് അവളെ നോക്കുന്നത്. വർണ്ണയ്ക്കാണെങ്കിൽ അവൻ്റെ ഈ നോട്ടം കണ്ടപ്പോൾ അല്പം പേടിയാണ് തോന്നിയത്. നിനക്ക് എത്ര വയസ്സുണ്ട്? അവളെ മുഴുവനായിട്ടൊന്ന് നോക്കിക്കൊണ്ട് ശിവ ഗൗരവത്തോട് ചോദിച്ചതും വർണ്ണയൊന്ന് കിടുങ്ങിപ്പോയി. ചോദിച്ചത് കേട്ടില്ലേ? നിനക്ക് എത്ര വയസ്സുണ്ടെന്ന്? കുറച്ചു നേരമായിട്ടും അവൾ നിശബ്ദമായിരിക്കുന്നത് കണ്ടതും അവൻ വീണ്ടും ചോദിച്ചു. 23. വർണ്ണ അവൻ്റെ ചോദ്യം കേട്ടതും വേഗം തന്നെ പറഞ്ഞു. എനിക്കെത്ര വയസ്സുണ്ടെന്നറിയുമോ? ഇല്ല. എന്നാ കേട്ടോ, എനിക്ക് 31 വയസ്സുണ്ട്. അപ്പോൾ നമ്മൾ തമ്മിൽ എത്ര വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്? 8. ആ ചോദ്യത്തിൽ വർണ്ണ കുറച്ച് സമയം ഒന്ന് ആലോചിച്ചു. ശേഷം വേഗം തന്നെ ഉത്തരം പറഞ്ഞു. അപ്പോൾ 8 വയസ്സിന് മൂത്തൊരാളെ താൻ, ഇയാൾ എന്നൊക്കെ വിളിക്കുന്നത് ശരിയാണോ? അവൻ്റെ ആ ചോദ്യത്തിന് വർണ്ണ തിരികെ ഒന്നും പറഞ്ഞില്ല. ശരിയാണോ? അവൻ വീണ്ടും എടുത്ത് ചോദിച്ചതും അവൾ അല്ലെന്ന രീതിയിൽ തലയാട്ടി. അപ്പോൾ ഇനി മുതൽ താനെന്ന് വിളിക്കാൻ പാടില്ല. നിനക്ക് വേണമെങ്കിൽ എൻ്റെ പേര് വിളിക്കാം. അല്ലെങ്കിൽ സാധാരണ ഭാര്യമാർ ഭർത്താവിനെ വിളിക്കുന്നത് പോലെ ഏട്ടാന്നോ ചേട്ടാന്നോ എന്തു വേണേലും വിളിക്കാം. അവൾ സമ്മതം എന്ന രീതിയിൽ തലയാട്ടി. അപ്പോൾ ശരി, എന്താന്ന് വെച്ചാൽ എൻ്റെ ഭാര്യ ഒന്ന് വിളിച്ചേ, ഞാൻ കേൾക്കട്ടെ. അവൻ അത് പറഞ്ഞതും ചെകുത്താനും കടലിനും നടുവിൽ പെട്ടൊരവസ്ഥയിലായിരുന്നു വർണ്ണ. അത് ഞാൻ പിന്നെ വിളിക്കാം. വർണ്ണ വിക്കലോടെ പറഞ്ഞതും ശിവ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. കുഞ്ഞു കുട്ടികൾ ദേഷ്യം കാണിക്കുമ്പോഴുള്ള മുഖഭാവം പോലെ തോന്നി അവൾക്കത് കണ്ടിട്ട്. കുറച്ചു സമയം അവൻ അവളെ തന്നെ അങ്ങനെ നോക്കി നിന്നു. എന്തിനാ ഇന്നിങ്ങനെ കള്ളു കുടിച്ചത്? കുറച്ചു സമയത്തിന് ശേഷമുള്ള അവളുടെ ചോദ്യത്തിന് ശിവ ഒന്ന് ചിരിച്ചു. തനിക്ക് കുടിക്കുന്നത് ഇഷ്ടമല്ലേ? അവൾ ഇല്ലെന്ന രീതിയിൽ തലയാട്ടി. എനിക്കും ഇഷ്ടമല്ല. അവൻ അങ്ങനെ പറഞ്ഞതും അവൾ അവനെ സംശയത്തോടെ നോക്കി. പക്ഷേ ഇപ്പോൾ ഇഷ്ടമാണ്, മുൻപ് ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ എന്തിനാ ഇഷ്ടപ്പെടുന്നത്? ഇത് അത്ര നല്ല സ്വഭാവമൊന്നുമല്ല. അവൻ ശാന്തമായി പറയുന്നത് കേട്ടതും വർണ്ണ അവനെ അതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ എന്നോണം ഒന്ന് പറഞ്ഞു നോക്കി. പക്ഷേ അത് പറഞ്ഞു തീർന്നതും അവൻ അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കുകയാണ് ചെയ്തത്. എൻ്റെ കാര്യം അന്വേഷിക്കാൻ നീ വരണ്ട, എനിക്കത് ഇഷ്ടമല്ല. എടുത്തടിച്ചത് പോലുള്ള അവൻ്റെ മറുപടിയിൽ അവളുടെ മുഖമാകെ വിളറിപ്പോയിരുന്നു. എന്നെ ആരും നല്ലതും ചീത്തയും പഠിപ്പിക്കാൻ വരണ്ട. അവൻ വീണ്ടും പറഞ്ഞതും അവൾക്ക് വിഷമായി. കുറച്ചു സമയം അവനൊന്നും മിണ്ടിയില്ല. ഡു യു നോ ഹൗ ഐ ബിക്കേം ലൈക്ക് ദിസ്? അവൻ അവളോട് ചോദിച്ചതും അവൾ അറിയില്ല എന്ന രീതിയിൽ തലയാട്ടി. എങ്കിൽ നീ ഇപ്പോൾ അറിയണ്ട. സമയമാകുമ്പോൾ ഞാൻ തന്നെ പറയാം. അവൻ തന്നെ ചോദിച്ചു. അവൻ തന്നെ ഉത്തരം പറയും പോലെ തോന്നി അവൾക്ക് ആ പ്രവൃത്തിയിൽ. അവൻ ആകെ കുഴഞ്ഞ ശബ്ദത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉറക്കം കണ്ണുകളെ വന്ന് തഴുകി അവ താനെ അടഞ്ഞു പോകുന്നുണ്ട്. എന്നാലും അവളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണവൻ. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയുമോ മിസ്സിസ് വർണ്ണ ശിവദേവിന്? കുഴഞ്ഞ ശബ്ദത്തിൽ തന്നെ അവൻ വീണ്ടും അവളോട് ചോദിച്ചു. ഇല്ല. രാവിലെ തന്നെ കുളിച്ച് റെഡിയായി പുറത്തേക്ക് പോകുന്നവനെ കണ്ടപ്പോൾ തന്നെ എവിടെ പോകുന്നു എന്ന് ചോദിക്കണമെന്ന് വർണ്ണയ്ക്കുണ്ടായിരുന്നു.
എങ്കിലും അവൻ്റെ യാതൊരു കാര്യത്തിലും ഒന്നും ഇടപെടണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവൾ അത് ചോദിക്കാൻ മുതിർന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ അവനായി തന്നെ പറയുന്നെങ്കിൽ പറയട്ടെ എന്ന് കരുതി വർണ്ണ ഉത്തരം പറഞ്ഞു. ഇന്നാണ് എൻ്റെ പൊന്നു മരിച്ചത്. അത് പറയുമ്പോൾ അവൻ്റെ വാക്കുകൾ ഇടറുന്നത് വർണ്ണ ശ്രദ്ധിച്ചു. മാത്രമല്ല ഇടയ്ക്ക് ഉറങ്ങുന്ന സമയത്തും അവൻ്റെ നാവിൽ നിന്ന് പൊന്നു എന്നുള്ള പേര് വരുന്നത് അവൾ ഇടയ്ക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. മരിച്ചതല്ല, കൊന്നത്. ആദ്യം മരിച്ചു എന്ന് പറഞ്ഞിട്ട് അത് തിരുത്തിക്കൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു. എന്നാൽ വർണ്ണ അത് കേട്ടത് ഒരുതരം ഞെട്ടലോടെയാണ്. പൊന്നു ആരാണെന്നോ എന്താണെന്നോ തനിക്കറിയില്ല. ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊന്നതാണെന്നൊക്കെ പറയുന്നു. അവൻ പറയുന്നത് കേട്ടതും അവനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നി വർണ്ണയ്ക്ക്. ഈ പൊന്നു ആരാ തൻ്റെ? അവൾ ചോദിച്ചതും അവൻ അവളെ വീണ്ടും ദേഷ്യത്തോടെ നോക്കി. സോറി, ഇനി വിളിക്കില്ല. ശരിക്കും ഈ പൊന്നു ആരാ? അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതും വർണ്ണ വേഗം തന്നെ പറഞ്ഞു. പൊന്നു എൻ്റെ പൊന്നു എൻ്റെ എല്ലാമാണ്. അല്ല, എല്ലാമായിരുന്നു. ഇടറുന്ന ശബ്ദത്തോടെ അവളെ നോക്കി അത് പറയുമ്പോൾ അവൻ്റെ കണ്ണുകളിലെ നീർത്തിളക്കത്തിലേക്കാണ് വർണ്ണയുടെ ശ്രദ്ധ പോയത്. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോൾ തന്നെ പൊന്നു അവന് എത്രത്തോളം പ്രിയപ്പെട്ടവളാണെന്ന് അവൾക്ക് മനസ്സിലായി. പൊന്നു ഇനി കാമുകി വല്ലതുമാണോ? ഒരു വേള അവൾ ചിന്തിക്കാതിരുന്നില്ല. അങ്ങനെ ചിന്തിച്ചതും അവളുടെ മുഖമൊന്നും മങ്ങി. ഓരോന്ന് ചിന്തിച്ച് അവനെ നോക്കുമ്പോഴേക്കും സോഫയിലേക്ക് ചാരിയിരുന്ന് അവൻ ഉറക്കം ആരംഭിച്ചിരുന്നു. മുറിയിൽ പോയി കിടക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് താഴെ വീഴും. ഉറക്കത്തിലേക്ക് പോകുന്നവനെ തട്ടി വിളിച്ചു പറഞ്ഞതും അവൻ അടഞ്ഞു പോകുന്ന കണ്ണുകൾ ആയാസപ്പെട്ട് വലിച്ചു തുറന്നവളെ നോക്കി. ശേഷം മുറിയിലേക്ക് നടക്കാൻ ഒരുങ്ങിയെങ്കിലും പെട്ടെന്ന് ഒന്ന് മുന്നിലേക്ക് ആഞ്ഞുപോയി. സൂക്ഷിച്ച്! അവൻ വീണു പോകുന്നതിന് മുന്നേ തന്നെ അവൾ വന്നവനെ താങ്ങി പിടിച്ചു. അവൻ കുഞ്ഞു കുട്ടികളുടെ നിഷ്കളങ്കതയോടെ അവളെ നോക്കി പുഞ്ചിരിച്ചു. അവൾ അവനെ പതിയെ കൊണ്ടുപോയി മുറിയിൽ കട്ടിലിൽ കിടത്തി. കട്ടിലിലേക്ക് കിടത്തിയപ്പോൾ തന്നെ അവൻ വേഗം തന്നെ ഉറങ്ങിപ്പോവുകയും ചെയ്തിരുന്നു. അവൾ AC ഓണാക്കി പുതപ്പെടുത്ത് അവനെ ഒന്ന് പുതപ്പിച്ചു. ശേഷം ഡോറടച്ച് അവളുടെ മുറിയിലേക്ക് വന്നു. സമയം ഒത്തിരി രാത്രിയായിരുന്നു. എന്നാലും ഇത്ര നേരമായിട്ടും തനിക്ക് ഉറക്കം വന്നില്ല എന്നുള്ളത് അവളെ ആശ്ചര്യപ്പെടുത്തി. കാരണം 10 മണി കഴിയുമ്പോൾ തന്നെ ഉറക്കം വരുന്ന ആളാണ് താൻ. അങ്ങനെയുള്ളപ്പോൾ അവനോട് സംസാരിച്ച് ഇത്ര സമയം ഇരുന്നിട്ടും ഉറക്കം വന്നില്ല എന്നുള്ളത് ഒരത്ഭുതം തന്നെ. മുറിയിൽ വന്നിട്ടും അവളുടെ ചിന്തയിൽ നിറഞ്ഞു നിന്നത് അവൻ തന്നെയായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും സൗമ്യമായിട്ട് ആൾ തന്നോട് സംസാരിക്കുന്നത്. ഈ അടുത്തായിട്ടാണെങ്കിൽ ആൾ തീരെ സംസാരമില്ലായിരുന്നു. ആൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ അറിയുമോ? അവളിൽ ഒരുതരം ആശ്ചര്യവും അത്ഭുതവുമാണ് നേരം തോന്നിയത്. വീണ്ടും അവൻ സംസാരിച്ചപ്പോൾ ഉണ്ടായിരുന്ന മുഖഭാവവും സംസാരവും എല്ലാം ഓർത്തപ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. പ്രണയം തോന്നുന്നുവോ അവനോട്? അവളുടെ മനസ്സ് ഒന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ അവളുടെ ചുണ്ടിലെ പുഞ്ചിരി തന്നെയായിരുന്നു അതിനുള്ള ഉത്തരം. ഏതോ ബാറിൽ നിന്ന് അവിടെ വെച്ചിരിക്കുന്ന പാട്ടിനനുസരിച്ച് ചുവട് വെക്കുകയാണവൾ. കൂടെ തന്നെ അവളുടെ കൂട്ടുകാരുമുണ്ട്. മദ്യലഹരിയിൽ ഇടയ്ക്ക് അവളുടെ ചുവടുകൾ പിഴച്ച് വീഴാൻ പോകുന്നുണ്ട്. എങ്കിലും ആരെങ്കിലുമൊക്കെ അവളുടെ ദേഹത്ത് പിടിച്ച് താങ്ങി നിർത്തുന്നുണ്ട്. പാർട്ടിയെല്ലാം കഴിഞ്ഞ് അവൾ ബാറിന് പുറത്തേക്കിറങ്ങി. ഫ്രണ്ട്സിനെ എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ബൈ പറഞ്ഞു. നാളെ രാവിലെ തന്നെയല്ലേ ഫ്ലൈറ്റ്? പോകാൻ നേരം നിന്റെ തല പൊന്തുവോ? അവളുടെ കൂട്ടത്തിൽ തന്നെ ഒരു ഫ്രണ്ട് അവളെ കളിയാക്കി എന്നോണം പറഞ്ഞു. ഇറ്റ്സ് ജസ്റ്റ് എ കിക്ക് ഫോർ ആൻ അവർ. കൂടിയാൽ 1 മണിക്കൂർ. അത് കഴിഞ്ഞ് ഞാൻ പഴയതുപോലെ ഫ്രഷ് ആവും. ഓ ശരി ശരി. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ചെക്കിംഗ് ഉള്ളതാണ്. ആവശ്യമില്ലാത്തതൊന്നും ദേഹത്ത് കുത്തിക്കയറ്റി പോരുത്. വല്ല ജയിലിലും പോയി കിടക്കേണ്ടി വരും. പിന്നെ ഞാൻ ആദ്യമായല്ലേ പോകുന്നത്. ജസ്റ്റ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. കൂട്ടത്തിലൊരുത്തി അവളോട് പറഞ്ഞതും അവൾ അത് ഇഷ്ടമാവാത്ത രീതിയിൽ തിരികെ പറഞ്ഞു. ഇഷാനി. ആ. കൂട്ടത്തിലെ ഒരുത്തൻ വിളിച്ചതും അവൾ വിളി കേട്ടു. ഇനി എന്നാ തിരിച്ചിങ്ങോട്ട്? അവൻ ചോദിച്ചതും അവൾ അവനെ നോക്കി ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു. ഇങ്ങോട്ടോ? ഇനി ഇങ്ങോട്ടില്ല. എന്നെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇനി നാട്ടിലേക്ക് വരേണ്ടി വരും. അവൾ പറഞ്ഞതും അവരെല്ലാവരും അതിന് ചിരിച്ചു. നിന്റെ ഈ സ്വഭാവത്തിന് നാട്ടിൽ 1 മാസം പിടിച്ചു നിന്നാ ഭാഗ്യം. എല്ലാവരും അത് പറഞ്ഞതും ചിരിച്ചു. ഇഷാനി അതിനെ പുച്ഛിച്ചു തള്ളി. വെറുതെ പറഞ്ഞതല്ല. എൻ്റെ ശിവയെ കെട്ടി അവൻ്റെ കൂടെ ഞാൻ ലൈഫ് ലോങ് നാട്ടിൽ ജീവിക്കും. പുച്ഛത്തോടെ പറയുന്ന ഇഷാനിയെ നോക്കി അവർ വീണ്ടും ചിരിച്ചു. അവൻ്റെ കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ വേണമെങ്കിൽ അവർക്ക് കുഞ്ഞായിട്ടുണ്ടാവും. അപ്പോഴാണ് നീ വീണ്ടും അവനെ കല്യാണം കഴിക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ ഒരുത്തി കളിയാക്കുന്ന രീതിയിൽ പറഞ്ഞതും ഇഷാനിയുടെ കൈ അവളുടെ മുഖത്ത് പതിഞ്ഞു. Don't you dare to say any word about him. He's mine. I don't like saying his name with other girls. ദേഷ്യത്തോടെ അവൾ പറഞ്ഞതും എല്ലാവരും ഒരു നിമിഷം ഒന്ന് പതറി. കാരണം ഇഷാനി ദേഷ്യം കയറിയാൽ പിന്നെ മറ്റൊരാളാണ്. പിന്നീട് ആരും ഒന്നും സംസാരിച്ചില്ല. അവൾ വേഗം വന്ന് അവളുടെ കാറിൽ കയറി അവിടെ നിന്ന് പോയി. അവൾ പോയതും എല്ലാവരുടെയും അവരവരുടെ കാര്യം നോക്കി പോയി. എങ്കിലും ഒരാൾ മാത്രം അവൾ പോയ വഴിയെ നോക്കി നിന്നു.
അവൻ്റെ ചുണ്ടിൽ ആ സമയം വിരിഞ്ഞ ചിരിക്ക് പല അർത്ഥങ്ങളായിരുന്നു. ചീറിപ്പാഞ്ഞു വന്ന അവളുടെ വണ്ടി പിന്നീട് വന്ന് നിന്നത് അവൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിന് മുന്നിലാണ്. കാർ ലോക്ക് ചെയ്ത് ഒരുതരം ദേഷ്യത്തോടെയാണ് അവൾ അകത്തേക്ക് കയറി വന്നത്. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് സോഫയിലിരുന്ന് ഫോണിൽ വീഡിയോ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ അച്ഛനെയാണ്. അത് കണ്ടപ്പോൾ തന്നെ അവൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന ദേഷ്യം ഇരട്ടിയായി. അച്ഛാ! അവൾ അയാൾക്ക് നേരെ അലറി. എന്താ? അയാൾ ഫോണിൽ നിന്നും കണ്ണുമാറ്റി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ശിവയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ അച്ഛനോട് പറഞ്ഞതല്ലേ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാനായിട്ട്. അതിന് ഞാനെന്ത് ചെയ്യാനാണ്? വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്കായിപ്പോയി. ഛേ! അവൾ കയ്യിലുണ്ടായിരുന്ന കാറിൻ്റെ കീ ഡൈനിങ് ടേബിളിലേക്ക് മേലേക്ക് വലിച്ചെറിഞ്ഞു. അതിനിപ്പോൾ എന്താ? നാളെ നമ്മൾ നാട്ടിലേക്ക് പോവല്ലേ? പിന്നെന്തിനാ ഈ ദേഷ്യം കാണിക്കുന്നത്? അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് സമാധാനത്തോടെ ചോദിച്ചു. എന്നിട്ടും അവൾക്ക് ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല. അവൾ കത്തുന്ന കണ്ണുകളോടെ അയാളെ തിരിഞ്ഞു നോക്കി. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.